അതിനു മുൻപ് 2 വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്. 2013 നിങ്ങളെല്ലാം ഏറെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ശ്രീ കലാഭവൻ മണി എന്ന അതുല്യ കലാകാരൻ ചാലക്കുടിയിൽ തങ്ങളുടെ മാതാപിതാക്കളുടെ പേരിൽ ഇങ്ങനെയൊരു കലാസ്ഥാപനം ആരംഭിക്കുന്നത്. ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ, കലാപഠന യാത്രയിൽ അത് മറ്റാർക്കും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയും നൃത്തവും കലയും പഠിക്കാൻ കഴിവില്ലാത്തവർക്ക് പോലും ഒരിടം എന്നതായിരുന്നു ശ്രീ കലാഭവൻ മണിയുടെ സ്വപ്നം. അതനുസരിച്ച് 2013 എൻ്റെ കയ്യിലേക്ക് അതിൻ്റെ താക്കോലേൽപ്പിക്കുമ്പോൾ അന്നു മുതൽ ഇന്നുവരെ നിസ്വാർത്ഥമായി മാതാപിതാക്കളെയും ചേട്ടനെയും മനസ്സിൽ ധ്യാനിച്ചു തന്നെ ഇന്നോളം ഈ കലാസ്ഥാപനം കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതിലേറെ എനിക്കൊപ്പം നിന്നത് എൻ്റെ പ്രിയ വിദ്യാർത്ഥികളും ഇന്നുവരെ എനിക്കൊപ്പം നിൽക്കുന്ന ഇവിടുന്ന് പഠിച്ചിറങ്ങിയവരും ഇപ്പോൾ പഠിക്കുന്നവരുമായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുമാണ്. ഒപ്പം എൻ്റെ അയൽവാസികളും ഈ കലാസ്ഥാപനത്തിന് ചുറ്റും താമസിക്കുന്ന ഒത്തിരി ആളുകൾ എപ്പോഴും പിൻബലമായി എനിക്കുണ്ട്. കാരണം ഒരു ദിവസം അവിടെ പാട്ടും ആട്ടവും ഇല്ലാതായാൽ അതവർ എന്നോട് ചോദിക്കും, കുറച്ച് ദിവസം ഉറങ്ങിയ പോലെയായിരുന്നു എന്നൊക്കെ. അത്രയും സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ ഇന്ന് ഞാൻ കലാമണ്ഡലത്തിലൊരു അധ്യാപകനായി മാറിയില്ലെങ്കിലും നിരവധി വിദേശ ജോലികൾ ലഭിച്ചിട്ടും ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആഗ്രഹത്തോട് മാത്രമാണ് ഞാൻ ഇന്ന് വരെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതിൻ്റെ പ്രവർത്തനത്തിന് നാളിതുവരെ തന്ന എല്ലാ പിന്തുണയ്ക്കും പ്രിയപ്പെട്ട നാട്ടുകാരോടും രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും നന്ദി പറയുന്നതോടൊപ്പം ഈ വർഷത്തെ വാർഷികാഘോഷത്തിൽ നമ്മൾ ഉദ്ഘാടകനായി ആരെയും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു സിനിമാ താരവും സിനിമാ താരത്തിന്റെ കുടുംബവും ഒക്കെ ആണെങ്കിലും